ഈ അറബിക്കടലിനപ്പുറത്ത് എനിക്കു മാത്രമായി ഒരു നാടുണ്ട്. മറക്കാൻ ഒരിക്കലും സാധിക്കാത്ത ഒരു പിടി ഓർമ്മകളും. അതിലേറ്റവും സുന്ദരം എൻ്റെ ക്യാമ്പസ്. ഇന്നിവിടെ ഇരിക്കുന്ന എനിക്ക് മുഷിഞ്ഞ ഒരു ഷർട്ടിൻ്റെ മണമുണ്ട്. കാരണം ഞാനിപ്പോൾ എൻ്റെ ക്യാമ്പസിലാണ്. കോഴിക്കോട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്. കോഴിക്കോട് എന്ന് പറയുമ്പോൾ അന്ന് നാട്ടിലുള്ളവർക്കും വീട്ടിലുള്ളവർക്കും ചോദിക്കാൻ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, കോഴിക്കോടൻ ഹൽവയെക്കുറിച്ച്. പക്ഷേ എനിക്കിപ്പോഴും അറിയില്ല ഏതാണ് ഈ കോഴിക്കോടൻ ഹൽവ എന്ന്. കാലം മടിച്ചു നിൽക്കാതെ കടന്നുപോയപ്പോൾ എൻ്റെ ക്യാമ്പസിൻ്റെ മുഖച്ഛായ മാറിപ്പോയിരിക്കുന്നു. എനിക്ക് പോലും തിരിച്ചറിയാനാവാത്ത വിധം. പക്ഷേ എനിക്കുറപ്പാണ്, ഈ മതിൽക്കെട്ടിനുള്ളിൽ എവിടെയോ ഞാൻ എഴുതി വെച്ച കുറേ അക്ഷരങ്ങളുണ്ട്. കുടിച്ചു മറന്ന ബിയറിൻ്റെ മണമുണ്ട്. പരീക്ഷകളിൽ കോപ്പിയടിച്ച കടലാസ് തുണ്ടുകളുണ്ട്. മുഖത്തടി കിട്ടിയ കരിനീലപ്പാടുകളുണ്ട്. തൊണ്ടകീറി വിളിച്ച മുദ്രാവാക്യങ്ങളുടെ അലയൊലികളുണ്ട്. ഇന്നും മുഖത്തൊരു ചെറു പുഞ്ചിരിയോടെ ഞാനതോർക്കുമ്പോൾ മനസ്സിൽ ഈ ചുവരുകളിൽ പുതിയ ചായങ്ങൾ തെളിഞ്ഞിരിക്കുന്നു. തനിച്ചിരുന്നതോർക്കുമ്പോൾ ചിരിച്ചകലുന്ന അവളുടെ മായാചിത്രം ഞാൻ വരച്ചിടാം. ഏതോ സിനിമയിൽ ആരോ പറഞ്ഞതുപോലെ, ഇന്നതോർക്കുമ്പോൾ അവൾക്കു വേണ്ടി കുടിച്ച കള്ളും കൊണ്ടമഴയും വേസ്റ്റ്. എൻ്റെ കൗമാരത്തിൻ്റെ താളുകളിലെ ഇടമുറിഞ്ഞൊരു പൈങ്കിളിക്കഥ. എൻ്റെ കലാലയം എന്താണെന്ന് ചോദിച്ചാൽ അന്നും ഇന്നും എനിക്കൊരു ഉത്തരമേയുള്ളൂ, അതാ കള്ള ഹിമാറാണ്. ചോദിക്കാൻ പോയ എനിക്ക് തല്ല് മേടിച്ചു തന്നവൻ, പുക വട്ടത്തിൽ വിടാൻ പഠിപ്പിച്ചു തന്നവൻ, ഞാൻ എഴുന്നേൽക്കും മുമ്പേ എൻ്റെ ഷർട്ടും അണ്ടർവിയറും ഇട്ടുകൊണ്ട് ഓടിപ്പോയവൻ, പരീക്ഷാ നാളുകളിൽ സിനിമയ്ക്ക് പോകാൻ നിർബന്ധം പിടിച്ചവൻ, പിന്നെ ഒത്തിരി. ഈ പീരീഡ് ഭയങ്കര ബോറാണല്ലേ? എന്നാ നമുക്കൊരു ചായ കുടിച്ചു വന്നാലോ? അളിയാ, കാശില്ലടാ. ഇന്നും കാശില്ലാതെ ഞങ്ങൾക്ക് ചായയും നാരങ്ങാ വെള്ളവും തരാൻ ഞങ്ങളുടെ ബാബുവേട്ടന്റെ പേരില്ലാതെ GSയുടെ താളുകൾ അവസാനിക്കുന്നില്ല. ഈ കണ്ണെത്താത്ത മണൽ പരപ്പിൽ പുതിയ ഷർട്ടും പുത്തൻ സെന്റിന്റെ മണവുമായി ഞാനിരിക്കുമ്പോൾ ഞാൻ ഒരു എഞ്ചിനീയറാണ്. ഈ മേൽവിലാസം എനിക്ക് ചാർത്തുന്ന എൻ്റെ കലാലയമേ, എൻ്റെ ഓർമ്മകളെ നീ സൂക്ഷിച്ചു വയ്ക്കൂ. ഒരിക്കൽ ഞാൻ നിന്റെ അരികിൽ വരും. അന്ന് ഞാൻ തനിച്ചല്ല, എൻ്റെ കൈപിടിച്ചു നടക്കാൻ കുറേ പേരുണ്ട്. ഇത് ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഞങ്ങളുടെ സ്വന്തം ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും. ഞങ്ങൾ ആരെയും നിങ്ങൾക്കറിയില്ല, പക്ഷേ നമ്മൾ തമ്മിൽ ചെറിയൊരു ബന്ധമുണ്ട്. യു ആർ ഓൾവേസ് അവർ സീനിയേഴ്സ്. ഇന്നും ഞങ്ങളെ റാഗ് ചെയ്യാൻ അധികാരമുള്ള ഞങ്ങളുടെ സീനിയേഴ്സ്. നിങ്ങളെ അറിയുവാൻ ഞങ്ങളൊന്ന് പറയട്ടെ, നമ്മുടെ ക്യാമ്പസിന് ഇപ്പോഴും പ്രത്യക്ഷത്തിൽ വന്ന മാറ്റങ്ങളേ ഉള്ളൂ. മടിപിടിച്ചു പോയൊരു മനസ്സുണ്ട്. പോളി എന്ന പേരിൽ മുങ്ങിത്താന്ന ഒരു പേരും. കുറേ നാളുകളായി ഞങ്ങളെല്ലാവരും ഉറക്കമുളച്ചിരുന്ന വർക്കിലാണ്. പരീക്ഷകൾ എഴുതിയിട്ടില്ല, അറ്റൻഡൻസ് ഇല്ല, അസൈൻമെൻറ്റുകൾ വെച്ചിട്ടില്ല. പക്ഷേ ആ ഒരു വികാരം ഞങ്ങളെ ഇപ്പോഴും ആവേശത്തിലാക്കുന്നു. ഈ കോഴിക്കോട്ടെ 4 പേരുടെ മുന്നിലെങ്കിലും നമ്മളെ കോളേജ് ഒന്ന് അറിയണ്ടേ? നാളെ ഇറങ്ങുവാൻ പോകുന്ന ഞങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, ഇനി ഇവിടെ വരാൻ പോകുന്ന ഒരു പുതിയ തലമുറയ്ക്ക് വേണ്ടി, ഇവിടെ നിന്നും ഇറങ്ങിയ നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി. ഇത് പറയുമ്പോൾ ഞാൻ അടങ്ങുന്ന നമ്മുടെ ക്യാമ്പസിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. രാഷ്ട്രീയവും മറ്റു ബ്രാഞ്ച് വൈസ് വികാരങ്ങളും പുറകിലോട്ട് ഒളിപ്പിച്ചു വെച്ച് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട് എന്ന ഒറ്റ വികാരത്തിന് മേൽ നമ്മൾ പിന്തുടരുകയാണ് നമ്മുടെ സ്വന്തം ലക്ഷ്യയെ. വിദ്യാർത്ഥി എന്ന പരിമിതി ഏറ്റവും നന്നായി അറിയാവുന്നവരാണ് നിങ്ങൾ. അല്ലെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് ഇതെല്ലാം പറയുവാൻ ഈ ക്യാമ്പസിൻ്റെ ഭാഗമായി നിങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു സത്യാവസ്ഥ കൂടി തിരിച്ചറിയുക. നമ്മുടെ ക്യാമ്പസിൻ്റെ ടൈറ്റിലിൽ നമ്മൾ ഒരുക്കുന്ന ലക്ഷ്യ, അതിൽ നിങ്ങളും പങ്കാളിയാണ്. ലക്ഷ്യയുടെ ഓരോ വിജയത്തിലും ഞങ്ങളെപ്പോൾ തന്നെ നിങ്ങൾക്കും അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ലക്ഷ്യയുടെ ഓരോ നിമിഷത്തിലും നിങ്ങളുടെ സാന്നിധ്യം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ ഈ ദിവസങ്ങളിൽ അനാവശ്യമായി ചിലവഴിച്ചു പോകുന്ന ആ തുകയുടെ ചെറിയൊരു ഭാഗം നമ്മുടെ കോളേജിന് മാറ്റിവെക്കാമോ? ചെറുതാണെങ്കിലും ആ സഹായം ഒരു വലിയ ആവേശമാണ് ഇന്നിവിടെ പഠിക്കുന്ന 1000ഓളം വിദ്യാർത്ഥികൾക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ജൂനിയേഴ്സിന്.